ഡിയർ ഫ്രണ്ട്സ്, വിദേശത്തുള്ള നമ്മുടെ മക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നമ്മൾ മീനച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പം അതുപോലെ കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഉണക്കസ്രാവ് അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഇത് ഏകദേശം 1.25 കിലോ ഉണക്കസ്രാവുണ്ട്. കഴുകി ഉപ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടാണ് ഉപ്പ് കളഞ്ഞത്. ഇനി അത് നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വെക്കാം. ഇനി ഇതിന് ചേർക്കാനായിട്ട് ഒരു 10 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പുണ്ട്, അതുപോലെ വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് 1/4 കപ്പും ഉണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വറക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് ഇതിൽ വേണമെങ്കിലിട്ട് വറുത്ത് കോരിയെടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് വെറുതെ വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് വറുത്തെടുക്കുമ്പോഴത്തേന് നന്നായിട്ട് നോക്കണം കേട്ടോ. നല്ല ഉപ്പേരി പോലെ നമ്മൾ പാത്രത്തിലേക്ക് കോരിയിടുമ്പോൾ ശബ്ദം കേൾക്കണം. കാരണം വെള്ളമായി ഒട്ടും ഉണ്ടാവരുത്. വെള്ളമായി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ആദ്യത്തേത് വറുത്ത് നമുക്ക് കോരിയെടുക്കാം. അടുത്ത സെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ വറുത്ത് കോരിയെടുത്താൽ മതി. എണ്ണയും മുങ്ങി കിടക്കണം, എങ്കിലേ ഉള്ളൂ നന്നായിട്ടത് മൂത്ത് കിട്ടുകയുള്ളൂ. ഉണക്കസ്രാവൊക്കെ വറുത്ത് കഴിഞ്ഞു. നമുക്കത് ഒന്ന് കോരിയെടുക്കാം. ഈ വിദേശത്തോട്ടൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേനെ വിനാഗിരി ഒഴിക്കാതെ കൊടുത്തു വിടുമ്പോഴത്തേന് ആ എണ്ണയൊന്നും ഒഴുകി വരികയില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ വിനാഗിരി ചേർത്താൽ മതി. അപ്പോൾ ഇത് കൊണ്ടുപോകാനായിട്ട് നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ ഞാൻ സ്രാവെല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ആ കറുത്തിരിക്കുന്ന ഭാഗം ആ സ്രാവിൻ്റെ അടിഭാഗം കേട്ടോ. ഇനി ആ ചീനച്ചട്ടിയിൽ അടിയിലെല്ലാം ഈ പൊടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എണ്ണ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഊറ്റി മാറ്റിയതാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തെടുക്കാം. ഈ കറിവേപ്പില വറുത്തെടുക്കുമ്പോഴത്തേന് തീ വളരെ കുറച്ച് വെക്കണം. ഇല്ലത് കരിഞ്ഞു പോകും പെട്ടെന്ന്, തീരെ കനക്കുറവല്ലേ. പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വറുത്തെടുക്കാം. ഇത് 1/4 കപ്പ് വെളുത്തുള്ളിയാണുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പം പാകമായിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ഇത്തിരി കരിഞ്ഞു പോകരുത്. ഇതാണ് അതിൻ്റെ ഒരു പാകം. അതിലേക്ക് ഇഞ്ചി ഇട്ട് വറുത്തെടുക്കാം. എല്ലാം കൂടെ വേണേൽ ഒരുമിച്ചിടാം, കാരണം ഇച്ചിരി എണ്ണ കൂടുതലുണ്ട്. ഇപ്പം തന്നെ എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് ആ പച്ചമുളക് കൂടി ഇടാം. ഇത് ഒരുമിച്ച് വറുത്ത് കോരിയെടുക്കാം. ഇതധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞു. നമുക്ക് കോരിയെടുക്കാം. അതിൽ ഞാൻ കുറച്ച് എണ്ണ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം.
കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മുളക് പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. കാരണം എണ്ണയുടെ ചൂടിൻ്റെ അകത്ത് കിടന്ന് മുളക് പൊടി മൂത്തോളും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സ്രാവും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, നമ്മുടെ സ്രാവ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. പക്ഷേ സ്രാവ് അച്ചാറാവണേ ഇതിന് വിനാഗിരി ചേർക്കണം. അത് നമ്മൾ കൊടുത്തു വിട്ടതിന് ശേഷം അവരവിടെ ചെന്ന് കഴിയുമ്പം വിനാഗിരി ചേർത്ത് കഴിഞ്ഞെന്നാൽ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേന് ഉപയോഗിക്കാൻ തുടങ്ങാം. ആ വിനാഗിരിക്കകത്ത് കിടന്ന് ഇതൊന്ന് കുതിരണം, അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടിരിക്കും.